ഇക്ക ഈ ലോകത്തിൽ നിന്ന് ഡൈ നിർത്തിയ തീർന്നു. അപ്പൂപ്പൻ താടി നടക്കും പോലെ നടക്കും. നീ 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 നന്നായിട്ട് പാടും. ഓ സെക്സി തന്തവേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ആലോചിക്കുക. തന്തമൈ പഠിക്കാൻ തുടങ്ങിയോ? എന്താ പറയാ നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര കാസ്റ്റിംഗ് ഈ പടത്തിന് വേണ്ടി ഞങ്ങളെ ഗ്രാഫിക്സ് ചെയ്ത് വെച്ചു. സംസാരിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് എടാ ഞങ്ങള് നിന്റെ ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. ഞങ്ങള് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്റെ മോൻ സ്കൂളിൽ പോയിട്ട് വരുന്നു, 7 ഇടി എന്റെ വയറ്റിലിടിക്കുന്നു, കയറി പോകുന്നു, തിരിച്ചു വരുന്നു, തലയിൽ ഒരു കൊട്ടി വരുന്നു, ഞാൻ മൂക്കടിച്ചൊരു സൈഡിൽ കിടക്കുന്നു. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് വണ്ടി മാറ്റിയിടുമോ, എനിക്ക് സൈക്കിൾ എടുക്കണം, ഇതൊക്കെയാണ് പുള്ളി. നസറിക്ക് എന്താ വാഴയെന്ന് പറഞ്ഞപ്പോ ആദ്യം ഇങ്ങോട്ട് നോക്കിയത്? അല്ല, സിനിമയിലെ വാഴയുടെ അച്ഛനായിരിക്കും. ഇന്ന വഴിക്ക് അവര് പോകണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പോകണം എന്നൊരു വാശി എന്റെ കാര്യത്തിൽ എന്റെ പിതാവും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ വെച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ +2 വിദ്യാർത്ഥിയായിട്ട് അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നിങ്ങക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടോ ജോമാന്റെ അടുത്തുനിന്ന്? ഇതിപ്പോ ഭയങ്കര ഡീസന്റ് ആയിട്ട്, എന്നെക്കാളും ഡീസന്റ് ആയിട്ടിരിക്കുന്നു. എന്റെ പപ്പ എന്ന് പറഞ്ഞാൽ എന്റെ പകുതിയേ ഉള്ളൂ. എന്നെ 4ആയിട്ട് കയറിയ അത്രേ ഉള്ളൂ എന്റെ പപ്പ. ഇത്ര പൈസയും ഇല്ല. അപ്പം എന്നാലും എനിക്ക് പുള്ളിയുടെ ഭയമുണ്ട്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വാഴ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. നസറിക്ക് എന്താ വാഴയെന്ന് പറഞ്ഞപ്പോ ആദ്യം ഇങ്ങോട്ട് നോക്കിയത്? അല്ല, സിനിമയിലെ വാഴയുടെ അച്ഛനായിരിക്കും. നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര കാസ്റ്റിംഗ് ഈ പടത്തിന് വേണ്ടി ഞങ്ങളെ ഗ്രാഫിക്സ് ചെയ്ത് വെച്ചു. ശരിക്കും ഇങ്ങനെയല്ല ഇവൻ. അല്ല, നമ്മള് പടം ഇറങ്ങി റിലീസ് കഴിയുമ്പോ ഞങ്ങളൊക്കെ മാറ്റും. പ്രൊമോഷൻ സമയം വരെ ഉള്ളൂ. അല്ല, ഇതിനകത്ത് അങ്ങനെ ഇപ്പൊ ഞങ്ങളൊരു 5 അച്ഛന്മാരല്ലേ? 5 അച്ഛന്മാര്. ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ നോബി, അസീസ്, ഞാന്, പിന്നെ 2 6 അച്ഛന്മാരും മക്കളുമാണ്. അത് അവരുടെ കുട്ടിക്കാലം തോല്, അതായത് വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ടുള്ള ഇവരുടെ ഒരു 27 വയസ്സല്ലേ, ആ പ്രായം വരെയുള്ള ഒരു വളർച്ചയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങളും അത്ര ഏജ്, അതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത. അപ്പൊ ആ സെലക്ഷന്, ആ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് പിന്നെ ഓരോ കാലഘട്ടത്തിലും ഉള്ള മക്കളെ പ്ലേസ് ചെയ്തിരിക്കുന്നതെല്ലാം സിമിലാരിറ്റി തോന്നുന്നു. അങ്ങനെ ഇവർക്കൊക്കെ ചൈൽഡ്ഹുഡ് വേറെ ആളുകൾക്ക് ജനിക്കുന്നതിന് മുമ്പേ സിനിമ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത്രയും കാലഘട്ടം കാണിച്ചു നോബി ചേട്ടാ. അപ്പൊ ഒരു മേക്ക് ഓവർ ഇപ്പൊ ഇത്ര 27 വർഷത്തെ കഥ കാണിക്കുമ്പോ അപ്പൊ ആ ഒരു ഓരോ സമയത്തെ മേക്ക് ഓവറിന് തന്നെ എന്തൊക്കെ ചെയ്തു? അങ്ങനെയുണ്ട്, അവര് ചെയ്തോളൂ, ഇരുന്ന് കൊടുത്താൽ മതി. ആ സത്യം, അവരൊക്കെ ഞങ്ങളെ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കി, കുറെ ചേഞ്ച് ഒക്കെ ഉണ്ട്. ഇവര് ഭയങ്കരമായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. ഇവന്മാരെല്ലാരും ഇവരാണ് ശരി. അല്ല, തടി കുറയ്ക്കാൻ പറഞ്ഞു. എനിക്ക് എന്റെ അടുത്ത് അധികം തടി കുറയ്ക്കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാരും കാര്യം ഇവന്റെ ചെറുപ്പം കാണിക്കുന്ന ആൾക്കും തടിയുണ്ട്, കുഞ്ഞിന് തടിയുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എന്നാ ഇവര് മീശയൊക്കെ എടുത്തല്ലേ ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യും. ആ പ്രായം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ഓരോ സമയത്ത്. അത് കിട്ടുന്നുണ്ട്. ഒരു കോളേജിൽ വരുന്ന സമയം വരെ ആ ടൈമിലൊക്കെ ഉള്ള വ്യത്യാസം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് അച്ഛന്മാരുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ട്, മക്കളുടെ കാര്യത്തിലാണെങ്കിലും. നോബിച്ചേട്ടൻ ഫസ്റ്റ് ടൈം ആണ് ഒരു അച്ഛൻ, ഇത്ര വലിയ മക്കളുള്ള അച്ഛന്റെ ക്യാരക്ടർ ഒക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ? ഞാൻ അങ്ങനെ ഒരു പിടികൊടുക്കാത്തതാണ്. അപ്പൂപ്പന്റെ പ്രായം ഉണ്ടെങ്കിലും അവനങ്ങനെ പിടികൊടുക്കാതെ നിൽക്കുന്ന. ഈ ലോകത്തിൽ നിന്ന് ഡൈ നിർത്തിയ തീർന്നു. അപ്പൂപ്പൻ താടി നടക്കും പോലെ നടക്കും. നീ ഉണ്ടാക്കരുത് പ്ലീസ്. ഡൈ നിർത്തിയ എന്ന് കാണാം നോബി എന്താണ്. അയ്യോ, എനിക്ക് തീർന്നു. നോബിച്ചേട്ടൻ എന്തോ പറയാൻ മനസ്സിലുണ്ട്. അങ്ങനെ ഡൈ നിർത്തി കഴിഞ്ഞാൽ മുട്ട അടിച്ച് മീശ എടുത്ത് നടക്കും. ക്ലീൻ ഷേവില്. പിരികം നരയ്ക്കാൻ ഇച്ചിരി പാടും. 2 ഐബ്രോ പെൻസിൽ എടുത്ത് വെച്ച് വരയ്ക്കത്തുള്ള. അല്ല, നോബിച്ചേട്ടൻ ആദ്യമായിട്ട് ഈ ഒരു റോൾ കിട്ടിയപ്പോഴത്തേക്ക് മകനാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പിള്ളേരെ കഥ പറയണ ഓക്കെ ഓക്കെ. അപ്പം അമ്മന് ചേട്ടനും കോട്ടൺ നസീർ മകനോ അസീസ് പിന്നെയാണ് അറിഞ്ഞത് അതിലെ നായകന്മാരെ അച്ഛന്മാരായിട്ട്. അപ്പൊ ഞാൻ വർഷങ്ങൾ പോണപ്പോ ഇപ്പോഴും ഞാൻ
+2 വിദ്യാർത്ഥിയായിട്ട് അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. നോബി ചേട്ടൻ എല്ലാം റെഡി ആയിരുന്നു, താടിയൊക്കെ പഠിക്കാനും. അങ്ങനെ നിന്നതായിരുന്നു ഞാൻ. പക്ഷെ പൊളിഞ്ഞു സംഭവം. അയ്യോ കഷ്ടം. മനസ്സിലാക്കിയോ, ഇതൊക്കെ ഒരു തിരിച്ചറിവാ. തന്തവേഷങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ ആലോചിക്കുക. തന്തവൈ പഠിക്കാൻ തുടങ്ങിയോ? അല്ലല്ല, ഞാൻ പറയട്ടെ, നെടുമുടി വേണുചേട്ടൻ പിന്നെ എത്രാമത്തെ 30ാമത്തെ വയസ്സിലല്ലേ അച്ഛൻ? അതെ, അതിന് മോശം കാര്യമല്ല, നല്ല കാര്യമാണ്. നല്ല കാര്യം. അങ്ങനെ ഒരു റോളിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്യണത് ഒരു ചെറിയ കാര്യമാണ്. നമ്മൾ ഇതിപ്പോ നമ്മൾ ചെയ്തതിന് വെച്ചിട്ട് ഒരു ക്യാരക്ടർ റോളാണ്. സീരിയസ് ആയിട്ടൊക്കെ സീരിയസ് ആയിട്ടുള്ള റോളാ, തമാശയൊക്കെ കുറവാണ്. ചുമ്മാ ഭയങ്കര സീരിയസ് ആയിട്ടേ മുഖം മാറി. നസീറിനെ നമ്മള് പല സീരിയസ് റോൾസിലൊക്കെ ഇപ്പൊ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്ത് ട്വിസ്റ്റും പ്രതീക്ഷിക്കാം. ഈ റോൾ എങ്ങനത്തെ ഒരു റോളാ? അത്യാവശ്യം സീരിയസ് റോളാ. സീരിയസ് റോൾ. ഈ അച്ഛന്മാരെല്ലാം സീരിയസാ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. നമ്മുടെ ഈ 6 അച്ഛന്മാർക്കും 6 സ്വഭാവങ്ങളുള്ള ആണ്. അതായത് നമുക്ക് പടം കാണുമ്പോൾ കാണുന്ന ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഒരു അച്ഛനാണെങ്കിലും തോന്നും, ഇത് ഞാനുമായിട്ട് എവിടെയോ റിലേറ്റഡ് ആണല്ലോ എന്ന് തോന്നും. ഞങ്ങൾ മക്കളോ 3 പേര്, ഞാനാ മൂത്തത്. മൂത്ത പെണ്ണ്, അല്ല രണ്ടാമത്തെ പെണ്ണ് ഇളയതാണ്. ആണല്ലേ? അവന് എത്ര വയസ്സുണ്ട്? അവന് 10 വയസ്സ്. കൊച്ചതാ. അല്ലെങ്കിൽ പിന്നെ അവനെ കൊണ്ട് സിനിമ കാണാൻ പോകുമ്പോ അവൻ പറഞ്ഞു തന്നെ മൊത്തം ഇത് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു തന്നെ. വലുതായിരുന്നെങ്കിൽ റിലേറ്റബിൾ ആയിരിക്കും. ഭയങ്കര റിലേറ്റബിൾ. എല്ലാ വീട്ടിലും ആൺകുട്ടികളുള്ള എല്ലാ വീട്ടിലും. നിങ്ങൾക്ക് ഈ ചെറുതിലെയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയ അതേ സീൻസ് ഈ സിനിമയിൽ കണ്ടപ്പോഴത്തേക്ക് അയ്യോ ഇതെന്റെ ജീവിതത്തിൽ നടന്നതാണല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരുപാട് സീൻസ് തോന്നിയിട്ടുണ്ട്. ഒരു 3-4 സീനൊക്കെ കണ്ടപ്പോ എന്റെ ലൈഫിൽ നടന്ന ആ സെയിം സാധനം തന്നെ. എനിക്ക് മാത്രമല്ല, അമിതേട്ടനും സിജുവും പറഞ്ഞിട്ടുണ്ട്, ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സെയിം സംഭവം. നോബി ചേട്ടനോ? നമുക്കും തോന്നിയിട്ടുണ്ട്. ഈ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അച്ഛന്മാര് ആമ്പിള്ളേരുടെ അടുത്ത് ഇച്ചിരി സ്ട്രിക്ട്നെസ് കൂടുതലാണ്, നമ്മളിങ്ങനെ കുറെ മീംസ് ഒക്കെ കാണുമല്ലോ, പെമ്പിള്ളേർക്ക് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ ആമ്പിള്ളേർക്ക് ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും അച്ഛന്മാർ. അങ്ങനെയാണോ ശരിക്കും? അല്ല, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അതായത് ഒരു പെൺകുട്ടിക്ക് അമ്മയോടെല്ലാം തുറന്നു പറയാം അല്ലേ? അമ്മയായിട്ട് എല്ലാം തുറന്നു പറയാം, എല്ലാ പെൺകുട്ടിയും. പക്ഷെ അച്ഛന്മാരും ആ മക്കളും തമ്മിൽ അങ്ങനെ ഒരു കുറച്ചേ ഉള്ളൂ. ബാക്കി വീട്ടിലെല്ലാം ഒന്നും മാറി അച്ഛനൊന്നും പേടിച്ച് ഒന്നും തുറന്നു പറയില്ല. ചിലപ്പോൾ അമ്മയുടെ അടുത്ത് എന്തായാലും പിള്ളേർ തുറന്നു പറഞ്ഞാലും ആൺകുട്ടികൾ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ തുറന്നു പറയാൻ മടി കാണിക്കും. ഒരു 100-ൽ 95%, 5% മാത്രമായിരിക്കും നസീർക്കാർ ഭയങ്കര കമ്പനിയാണ്. ഞാൻ ഉപ്പായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ഫാദറുമായിട്ട് ഞങ്ങളൊരു ഫ്രണ്ട്ലി കമ്പനി തന്നെയായിരുന്നു. അത് തന്നെയാണ് എന്റെ മക്കളുമായിട്ട്. അവിടെ അവർക്ക് എന്തും പറയാം, നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാം, മാന്യമായിട്ടുള്ള എന്തും ഷെയർ ചെയ്യാം. അത് പറയണമല്ലോ, അതുകൂടെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഷെയർ ചെയ്യാം. അവർക്ക് അത്രയും ഫ്രീഡം കൊടുത്തു തന്നെയാണ്. അല്ലാണ്ട് ഇന്ന വഴിക്ക് അവർ പോകണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പോകണം എന്നൊരു വാശി എൻ്റെ കാര്യത്തിൽ എൻ്റെ പിതാവും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ വെച്ചിട്ടില്ല. അവർക്ക് അവരുടെ വഴി തിരഞ്ഞെടുക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെയാണ്. അതാണ് എന്റെ റിയൽ ലൈഫ്. സിനിമയിൽ അങ്ങനെ ക്യാരക്ടറാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റില്ല. അതല്ല, എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ ഇപ്പോഴും പേടിയാണ്. എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയമല്ല. പിന്നെ പപ്പ സ്മോക്ക് ചെയ്യും. അപ്പൊ അമ്മച്ചി എപ്പോഴും പറയും വലിക്കരുതേ വലിക്കരുതേ. എന്നിട്ട് എൻ്റെ അടുത്ത് നീ ഒന്ന് പറയാം, എന്നാലും എനിക്കത് പറയാൻ പേടിയുണ്ട്. പക്ഷെ പുള്ളി പാവമാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ ആൺകുട്ടികൾ അച്ഛന്മാരും തമ്മിൽ പെട്ടെന്ന് റിലേറ്റഡ് ആവാൻ നമ്മൾ തുറന്നു പറയാനുള്ള ഒരു ഇതാണ്. ഇഷ്ടം ഭയങ്കര സ്നേഹമായിരിക്കും അവർക്കും നമ്മളടുത്തായിരിക്കും, നമുക്കും അതുപോലെ ഭയങ്കര. പക്ഷെ കമ്പനി ആയാലുണ്ടല്ലോ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് മക്കളായിരിക്കും. കമ്പനി ആയാലും അത് ശരിയാ, ആ കമ്പനി ആവണം എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ പണ്ട് കാലം തൊട്ടേ എന്തോ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാല് ഒരു ഭീകര രൂപിയാന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞ് പേടിപ്പിച്ചാണ് നമ്മളെയൊക്കെ വളർത്തുന്നത്. അതങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. പക്ഷെ നമ്മളിപ്പോ ഈ ഇതേപോലെ ഈ അച്ഛന്മാരും അല്ലെ അമ്മമാരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കള്ളത്തരത്തിന്റെ അളവുകൾ കുറയും അല്ലേ? ഭയങ്കര രസമാണ്. നമ്മളെ ഇപ്പോ ഞാനിപ്പോ എന്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിന് മുമ്പ്, അതിപ്പോ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മക്കളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ അതിലേക്ക് കൂട്ടുകയാണ്. അതിലൊരു ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തിനാണ് അവരെ മാറ്റി നിർത്തുന്നത്? മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നസീറൊക്കെ ഒരു ലൈഫില് ലൈക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്ത് മോന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കേട്ടിട്ട് അയ്യോ എന്റെ മോൻ ഇത്രയൊക്കെ പറയാറായോ അങ്ങനെ തോന്നിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ തെറ്റ് ചെയ്താല് അത് ചൂണ്ടിക്കാണിക്കുന്നോണ്ട് എന്താണ് തെറ്റ്, എന്താണ് കുഴപ്പം? ബേസിക്ക് നമ്മൾ ഹ്യൂമൻസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഭാര്യയായാലും ഒക്കെ
എന്താ പറയാ നമുക്ക് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ സ്പേസ് കൊടുക്കണം. ഇപ്പൊ ഒരു വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു വീണ് അവൻ നടക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവിടെ നിന്ന് എടുത്തു അപ്പൊ തന്നെ നമ്മൾ വീട്ടിൽ തുടങ്ങും, അതെടുക്കല്ലോ താഴെ വീണ് പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു. സ്വന്തം വീട് തന്നെ നമ്മൾ ആദ്യം പേടിപ്പിച്ചിട്ടാണ് വളർത്തുന്നത്. ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ വീട് എന്ന് പറയുന്നത്. അതെ അല്ലേ? അതെ, അവിടെ വേണം തുടങ്ങാൻ. അപ്പം ഞാനൊക്കെ അങ്ങനെ ശീലിച്ചു വന്ന ആളാണ്. ആ ഫ്രീഡം കൊടുക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അവരെ മനസ്സിലാക്കണം. അതായത് എന്താ പറയാ, മക്കളായിട്ട് മാത്രം കാണാതെ അവർ വേറൊരു വ്യക്തിയാണെന്നും അവർക്ക് വേറെ സ്വപ്നങ്ങളും ചിന്തകളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ വീടുകളിലൊക്കെ തന്നെ. അത് ചെയ്യാത്തടുത്താണ് കുറച്ചുകൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, പിന്നീട് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴേ ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോഴത്തേക്കിനും ഞാൻ അല്ലെങ്കിൽ അമ്മച്ചിയോ അല്ലെങ്കിൽ വൈഫൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെ ആയിരിക്കും, പഴയ നമ്മുടെ 80s പാട്ട് 90s പാട്ടുണ്ടാവില്ല, അതൊക്കെ ആയിരിക്കും നമ്മൾ ഇട്ട് നിൽക്കുള്ളൂ. പക്ഷെ മകൻ ചിലപ്പം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ചില പുതിയ വെസ്റ്റേൺ ടൈപ്പ് പാട്ടുകളായിരിക്കും. അപ്പൊ അത് ഇടുമ്പോൾ നമുക്ക് അതുമായിട്ട് ചിലപ്പോൾ യോജിക്കാൻ പറ്റില്ല. ഇതെന്ത് പാട്ടാന്ന് നമുക്ക് തോന്നും. നമ്മൾ ഇടുമ്പോൾ അവര് ഇതെന്ത് പാട്ടാന്ന് അവര് ചോദിക്കും. അവിടെയാണ് ഈ പ്രശ്നം, ജനറേഷൻ ഗ്യാപ്പ്. അപ്പൊ അത് നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് പോയാൽ തീരാവുന്ന കാര്യമുള്ളെന്ന് പറഞ്ഞു. ജോമോൻ ഉണ്ടോ ഫാദറായിട്ട് ഇതേപോലെ ജനറേഷൻ ഗ്യാപ്പ് പ്രശ്നങ്ങളൊക്കെ? ഇല്ല, ഞാൻ ഭയങ്കര കമ്പനിയാണ്. ഞാനിവിടെ ഇന്റർവ്യൂ ഇതിനു മുമ്പ് നിങ്ങളുടെ ഒരു ഗേൾസ് ഗ്യാങ്ങിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞതാ, ആള് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന ആളെ അല്ല, ഒരു കംഫർട്ട് സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വൈബാണെന്ന്. നിങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടോ ജോമോന്റെ അടുത്ത്? ഇതിപ്പോ ഭയങ്കര ഡീസന്റ് ആയിട്ട് എന്നെക്കാൾ ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നു. ഇവന് 3 ഇന്റർവ്യൂവിൽ ഞാൻ ശ്രദ്ധിച്ചു. കുറച്ച് നല്ല പക്വത കൂടി പോയത്. അവനെ ഒറ്റയ്ക്ക് വിടണം. അവന്റെ കുറച്ച് എന്താണെന്നറിയോ, നമ്മള് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പൊ നമുക്കൊരു റെസ്പെക്ട് ഒക്കെ തന്നിരിക്കുന്നെന്ന് തോന്നുന്നു. അതൊന്നും വേണ്ട, നീ ഫ്രീ ആയിക്കോ. എങ്കിലും അതാണ് പറ, എന്തെങ്കിലുമൊക്കെ പറ. ഭയങ്കര ബഹുമാനം തോന്നാണ് ഇരിപ്പൊക്കെ. ആദ്യമായിട്ട് എന്നെ ഒരാൾ ബഹുമാനിക്കുന്നു. പെട്ടെന്ന് ചാടിക്കേറി സംസാരിച്ച് വെറുതെ ചളവാക്കുന്നത് സംസാരിക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എടാ ഞങ്ങള് നിന്റെ ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. ഞങ്ങള് സ്റ്റാറാണ് അവൻ, അവന്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ നിഴലിലാണ് ഇപ്പൊ നോബിച്ചേട്ടനും. അതെ, നോബിച്ചേട്ടനും ജോമോനും ഇപ്പൊ അച്ഛനും മോനുമായിട്ടാണല്ലോ. നോബിച്ചേട്ടൻ അച്ഛൻ എന്ന നിലയിൽ നോബിച്ചേട്ടൻ എന്തെങ്കിലും ഒക്കെ മാനറിസങ്ങള് നോക്കിയിരുന്നോ? ഇതുപോലെ മോൻ എന്ന നിലയിൽ അങ്ങനെ നോക്കിയിരുന്നോ സിനിമയിൽ? അല്ല, നോബിച്ചേട്ടന്റെ മാനറിസങ്ങൾ എന്തെങ്കിലുമേ നോക്കി വെച്ചിരുന്നോ? നോബിച്ചേട്ടൻ ഞാനും എന്റെ അച്ഛൻ ഏകദേശം നോബിച്ചേട്ടൻ ഒരു സാമ്യമുള്ളൂ, കാണാനും ഒക്കെ അതുപോലെ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിലൊരു സാമ്യം ഉണ്ടെന്ന്. അച്ഛൻ പെരുമാറുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു. അല്ല, ജോമോന്റെ ഇത് കണ്ടിട്ടേ ഗുരുവായൂർ അമ്പലം നിറയിൽ കണ്ടിട്ട് ഒരുപാട് കണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ കറക്റ്റ് നോബി തന്നെ. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ജോമോൻ വരുമ്പോഴും അമ്മീച്ചൊക്കെ വെച്ചിട്ട് പണ്ട് ഞാൻ കോമഡി ചരിത്രമൊക്കെ ചെയ്യണ അതേപോലെ കുറെ സംഭവങ്ങള് പിന്നെ കറക്റ്റ് നീ നിൽക്കും പോലെ ഫീൽ ചെയ്യും. അല്ല, എനിക്ക് അറിഞ്ഞുകൂടല്ലേ ഞാൻ. അല്ല, ഇവനിപ്പം ഇതിലൊക്കെ ആയാൽ പോലും ജോമോന്റെ ചില റിയാക്ഷനൊക്കെ, അതായത് വാഴയെ തന്നെ ചില റിയാക്ഷനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഇവന്റെ നമ്മള് സ്കിറ്റിലൊക്കെ ഫണ്ട് ചെയ്യുന്ന സാധനങ്ങളില്ലേ, കറക്റ്റ് എനിക്കത് അടിക്കും. ഈ സാധനമൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആവും നമുക്ക്. ഇത് ജോമോന്റെ എനിക്ക് ഏറ്റവും ഇത് വന്നത് ഇപ്പോഴും ആ പോർഷൻസ് ഇങ്ങനെ വൈറലാണല്ലോ, ഗുരുവായൂർ അമ്പലം നടലിനകത്ത്. ആ ഡയലോഗ് ഒന്ന് പറയാമോ? പ്രശ്നം പിടിച്ചൊരു ഡയലോഗാണ്. അതെങ്ങനെ, അത് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് വന്നതാണ്? ദീപുച്ചേട്ടനും വിഭുച്ചേട്ടനും കൂടെ എഴുതിയത്. എന്ത് കേട്ടപ്പോഴായിരുന്നു അങ്ങനെ പറഞ്ഞത്? ഫ്ലാറ്റ് ആക്കിയ പെണ്ണെ, അതാണോ പറഞ്ഞത്? അത് എന്തിനായിരുന്നു അങ്ങനെ പറഞ്ഞത്? മറ്റേ ബിനുവിനെ തിരക്കി വരുന്ന സമയത്ത് മറ്റേ ഇത് ഫീച്ചേഴ്സ് പറയുമ്പോഴത്തേക്ക് ആ ഡയലോഗ് ഒന്ന് പറയാമോ? എന്ത് ചോദിക്കാൻ പറ. എന്താ ചോദിക്കേണ്ടത്? നന്നായിട്ട് പാടുന്ന് പറ. നന്നായിട്ട് പാടും. ഓ സെക്സി. ഇവൻ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മാറി അവൻ സംസാരിച്ച് അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കാൻ നമ്മൾ അറിയാം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല, നീ സംസാരിച്ചില്ലേലും പറയിപ്പിക്കും. അതെ, സംസാരിക്കാറില്ല ഇങ്ങനെ. അപ്പൊ സംസാരിച്ചിരുന്നെങ്കിലോ? എന്തെങ്കിലും വേറെ നല്ലത് സംസാരിക്കുകയാണെങ്കിൽ ഇത് മറന്നുപോകും. ഇപ്പൊ നമ്മൾ അച്ഛൻ മകൻ റിലേഷന്റെ കാര്യം പറഞ്ഞു. നോബിച്ചേട്ടൻ, ഇപ്പൊ നോബിച്ചേട്ടന്റെ ഫാദറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ ഒരു ഇൻസിഡന്റ് ഓർമ്മ വരുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഒരു ഇൻസിഡന്റ് എന്താ? പപ്പ ഒരു പാവമാണ്, അങ്ങനെ തന്നെ വഴക്ക് പറയുമോ, അങ്ങനെയുള്ള ഇതൊന്നുമില്ല.
അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം അപ്പം എന്നാലും പുള്ളിയുടെ അടുത്ത് നമുക്കൊരു ബഹുമാനം ഉണ്ടല്ലോ. നമുക്ക് എൻ്റെ അപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ പകുതിയേ ഉള്ളൂ. എന്നെ 4 കയറിയ അത്രേ ഉള്ളൂ എൻ്റെ പപ്പ. ഇത്ര സൈസും ഇല്ല. അപ്പം എന്നാലും എനിക്ക് പുള്ളിയുടെ ഭയമുണ്ട്. അതെ. പക്ഷെ പുള്ളി എന്നെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. അന്ന് വഴക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു എന്നെ എവിടെയെങ്കിലും. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ മോൻ. സ്കൂളിൽ പോയിട്ട് വരുന്നു, 7 ഇടി എൻ്റെ വയറ്റിലിടിക്കുന്നു, കയറി പോകുന്നു, തിരിച്ചു വരുന്നു, തലയിലൊരു കൊട്ടി വരുന്നു, ഞാൻ മൂക്കടിച്ചൊരു സൈഡിൽ കിടക്കുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് വണ്ടി മാറ്റിയിടുമോ, എനിക്ക് സൈക്കിൾ എടുക്കണം, ഇതൊക്കെയാണ് പുള്ളി. ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ഒരു ഇത് നടന്നു. ഇവൻ രാവിലെ അപ്പം സ്ഥിരം വൈഫാണ് കൊണ്ടാക്കുന്നത് സ്കൂൾ ബസ്സിൽ. അപ്പം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ രാവിലെ ഒന്ന് വിളിച്ച് എഴുന്നേരെ ഒന്ന് അങ്ങോട്ടാക്ക്. ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് എത്ര വയസ്സുണ്ട് അവൻ 2ാം ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് പോയി. സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് പോയി എനിക്കൊരു കോള് വന്നു. അപ്പോൾ ഞാൻ പിന്നെ ഹെഡ്സെറ്റ് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. അപ്പോൾ ഇവനെ ആക്കി ഇവനെ ബസ് വന്നപ്പോൾ അവർ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ എന്നെ കൈയെടുത്ത് കാണിച്ചത് ഞാൻ കണ്ടില്ല. ഡ്രൈവർ എന്നെ കൈയെടുത്ത് കാണിച്ചത് ഞാനിത് ശ്രദ്ധിച്ചതുമില്ല. ഞാൻ ഈ ഫോണിലായിരുന്നു. ഇവനെ കയറ്റി വിട്ടിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടത് പോയി. പിറ്റേ ദിവസം ഞാൻ വീട്ടിലായിരുന്നു. വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു മോന് ഭയങ്കര വിഷമം, അവന് ഭയങ്കര ഫീൽ ചെയ്ത്. ബസ്സിൻ്റെ ഡ്രൈവർ കൈ കാണിച്ചിട്ട് ഞാൻ കൈ കാണിച്ചില്ലെന്ന് പുള്ളി ബസ്സിൽ വെച്ച് പറഞ്ഞു. ഞാൻ നിൻ്റെ അച്ഛന് ഭയങ്കര ജാടയാണല്ലോ, ഞാൻ കൈ കാണിച്ചിട്ട് ഇവനൊന്നങ്ങ് ഫീൽ ചെയ്ത് ഇവൻ ഭയങ്കര വിഷമായിപ്പോയി. അപ്പം പുള്ളി പറഞ്ഞ് അപ്പം അവൻ മറ്റേ വണ്ടിയിലെ ചേച്ചി പറഞ്ഞ് അവന് വിഷമം പോയി പറയട്ടെ. പുള്ളി തമാശ രീതിയിലാണ് ഇവന് ഭയങ്കര ഫീൽ ചെയ്തു. ഇവൻ അങ്ങനെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ വൈഫ് എന്നെ വിളിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ വന്നിട്ട് പുള്ളിയെ വിളിക്കാം, ഡ്രൈവറിനെ ഞാൻ വിളിക്കാം. അപ്പോൾ ഇവൻ വേറുണ്ട് പോയി. ഇനി ഞാൻ ഡ്രൈവറിനെ വിളിച്ച് അപ്പോൾ ഞാൻ ഡ്രൈവറിനെ വിളിക്കും. ഒന്നും പറയല്ലേ, ഇതൊന്നും പറയല്ലേ. ഞാൻ വിളിച്ചു ഹലോ ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനിൻ്റെ ഫാദറാണ്. ചേട്ടാ ഞാൻ പറഞ്ഞു സോറി ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അയ്യോ അതല്ല ഞാൻ അവൻ്റെ അടുത്ത് തമാശ പറഞ്ഞത്. അതാണ് ഭയങ്കരമായിട്ട് പുള്ളി എപ്പോഴും വിഷമിച്ചു. അപ്പം ഞാനിങ്ങനെ അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ സോറി ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴും പുള്ളി ഹാപ്പി. ഓക്കെ അല്ലെ പിറ്റേന്ന് വീണ്ടും പുള്ളിയുടെ ഉണ്ട് സ്കൂളിൽ പോകാൻ. അപ്പൊ ഇനി പുള്ളി ഞാൻ പിടിച്ച് വെറുട്ടിട്ട് ഇവരെ ബസ്സിൽ വെച്ച് നോക്കിയാൽ വീണ്ടും. എന്നാലും ചെറിയ മനസ്സാണേലും ഒരാൾക്ക് അങ്ങനെ കൈ കാണിച്ചപ്പോ വിഷമമായി അതൊരു ക്വാളിറ്റി അല്ലേ? അപ്പൊ ഇനി എന്തായാലും ഇപ്പൊ ഒരാൾ കൈ കാണിച്ചാൽ പോലും ചേട്ടൻ സത്യത്തിൽ ഇവരെ കേട്ടിട്ട് ഞാൻ എന്തോ ഒരു കാര്യം പൈസ കൊടുക്കാനുള്ളതായിരിക്കും. അതാണ് അത്ര ടെൻഷൻ നിന്നു. അല്ലെങ്കിൽ ഞാൻ പിന്നെ അതിപ്പോ അത് നമ്മള് വേറെ മൈൻഡിലായിരിക്കുമല്ലോ. ചില കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് പേരുണ്ടാവും, നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട് പോയിട്ട് അവരെ കണ്ട് വിഷൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. തിരിച്ചു വരുമ്പോ അവരെ വേറെ സ്ഥലത്ത് വെച്ച് കാണിക്കും. അപ്പൊ അവര് എപ്പോ വന്നു നമ്മുടെ തൊട്ട് മുമ്പേ അവരെ വിഷ് ചെയ്തിട്ട് പോയിരിക്കും. അവര് ശ്രദ്ധിച്ചു കാണില്ല. നമ്മളും ചിലപ്പം നമ്മളെ വന്നിങ്ങനെ വിഷ് ചെയ്തിട്ട് പോകും ചില ആൾക്കാർ. നമ്മളും ഏതാ ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ നമ്മൾ വേറെ മൈൻഡാണ് വിട്ടുപോകും. എൻ്റെ അമ്മ മരിക്കുമ്പോൾ മസ്കറ്റിലായിരുന്നു. അപ്പം എനിക്ക് അവിടെ നിന്ന് വേറെ പ്രോഗ്രാം പറ്റി ഞാൻ വേറെ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരികയാണ്. ആലോചിച്ച് നോക്കണം, അമ്മയെ കാണാൻ പോലും പറ്റില്ല എനിക്ക്. ഞാൻ തലേ ദിവസം ആശുപത്രി കൊണ്ട് നോർമലായിട്ട് ഇരുന്നിട്ടാണ് ഞാൻ പോണത് പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ച് വന്ന് ഞാൻ അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് ഞാൻ ഫ്ലൈറ്റ് ഇരിക്കണം. അത്ര മനുഷ്യൻ്റെ അവസ്ഥ. ഞാൻ എയർപോർട്ടിലൊക്കെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹലോ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് അങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇത്ര പേര് അവർക്കറിയില്ല. അതാണ് സംഭവം. നമ്മൾ വേറൊരു മൈൻഡിലായിരിക്കും. സത്യത്തിൽ അവർക്കറിയില്ല. ഞാനിങ്ങനെ വിഷമിച്ചിട്ട് നമുക്കതേ പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സ്റ്റേജിൽ കോമഡി ചെയ്യുന്നു, ടി വിയിൽ കോമഡി ചെയ്യുന്നു, അല്ല അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും റിയൽ ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്, മറ്റുള്ളവരെ പോലെ തന്നെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പലതും ഫേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് തരുന്നു, കൈ തരുന്നു ഒക്കെ പറയുന്നത് നമുക്ക് ഫുള്ളായിട്ട് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വരില്ല എല്ലാ സമയത്തും. അതായിരിക്കാം ചിലപ്പം പലരും ജാടയാണ് അവരുടെ വേഷനിൽ മാത്രം. കാര്യം ഇവരെപ്പോഴും സ്ക്രീനിൽ കാണുന്നു, ചിരിപ്പിക്കുന്നു. റിയൽ ലൈഫിലും അവരതായിരിക്കും ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെ ആവണമെന്നില്ലല്ലോ റിയൽ ലൈഫിൽ.